الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين أما بعد نون والقلم يوم يسطرون എന്ന സൂറത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വഇന്നക താങ്കൾ, തീർച്ചയായും താങ്കൾ, ലഅലാ ഖുലുഖിൻ അദീം, അദീമായ അഥവാ മഹത്തായ ഖുലുഖിനാണ് അഥവാ സ്വഭാവത്തിലാണ് താങ്കളുള്ളത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങൾ വളരെ മഹത്തായതാണ്. ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കമാ സബത ഫി الصحيحين عن أنس رضي الله عنه قال, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുള്ളതുപോലെ ആ സഹാബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ചെറിയ പ്രായത്തിൽ 10 വയസ്സുള്ളപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കിയതാണ്. ഇതാ നബിയെ, ഈ കുട്ടി താങ്കൾക്ക് ഖിദ്മത്ത് ചെയ്യും, താങ്കൾക്ക് വേണ്ടുന്ന സേവനങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസിന് വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായി 10 വർഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ അവിടത്തേക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനായ സഹാബിയാണ് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്നു, ഖദംതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ഖിദ്മത്ത് ചെയ്തു. 10 സിനീൻ, 10 വർഷങ്ങൾ. ഫമാ ഖാല ലീ ഉഫിൻ ഖത്തു, ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഫ് എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. വളരെ ഇസ്തിൻകാർ, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ള വളരെ തീവ്രത കുറഞ്ഞൊരു വാക്കാണ് ഉഫ് എന്നത്. വലിയ കടുത്ത ഒരു പ്രയോഗമല്ല അത്, വെറുപ്പ് പ്രകടിപ്പിക്കാനുള്ളൊരു വാക്കാണ്. അതുപോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ഖാല ലിശൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽതഹു, ഞാൻ ചെയ്തു കഴിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിന് ലിമ ഫഅൽതഹു, എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് 10 വർഷത്തിനിടക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. വലാ ലിശൈഇൻ ലം അഫ്അൽഹു, ഞാൻ ചെയ്യാതെ വിട്ടൊരു കാര്യത്തിന് അലാ ഫഅൽതഹു, എന്താ അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, എന്താ അങ്ങനെ ചെയ്യാതിരുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞിട്ടില്ല. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖാ, അല്ലാഹുവിൻ്റെ റസൂൽ ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നു. വലാ മസസ്തു ഖസ്സൻ വലാ ഹരീറൻ വലാ ഷൈഅൻ കാന അലിയന മിൻ കഫി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കഫ് പോലെ അഥവാ കൈ പോലെ, കൈപ്പത്തി പോലെ മൃദുലമായ ഒരു പട്ടോ അതുപോലെയുള്ള ഒരു തുണിയോ ഞാൻ സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണം പറഞ്ഞതിനോടൊപ്പം അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശരീരത്തെ കൂടി വർണ്ണിക്കുകയാണ്. അവിടുത്തെ സ്വഭാവം പോലെ തന്നെ മൃദുലമായിരുന്നു അവിടുത്തെ ശരീരവും. സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. വലാ മസസ്തു ഖസ്സൻ വലാ ഹരീറ, ഒരു പട്ടിൻ്റെ തുണിയോ അതുപോലെ ഉള്ള വളരെ മിനുസമുള്ള തുണിയോ ഞാൻ തൊട്ടിട്ടില്ല. വലാ ഷൈഅൻ, ഒന്നും ഞാൻ തൊട്ടിട്ടില്ല. കാന അലിയന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിനേക്കാളും മൃദുലമായ ഒരു കഫ് ഞാൻ തൊട്ടിട്ടില്ല. വലാ ശമംതു മിസ്കൻ വലാ അത്റൻ, ഒരു കസ്തൂരിയോ ഒരു സുഗന്ധമോ ഞാൻ മണത്തിട്ടില്ല. കാന അത്യബ മിൻ അറഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ വിയർപ്പിനേക്കാളും സുഗന്ധമുള്ള ഒരു കസ്തൂരിയോ ഒരു അത്രോ ഞാൻ ഇതുവരെ മണത്തിട്ടില്ല.
ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അതിനു മുമ്പ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്, എന്താണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വിശദീകരിക്കവേ പറഞ്ഞു, വയുസ്തഫാദു മിൻ ഹാദാ, ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഗുണപാഠമാണ് തർക്കുൽ ഇതാബി അലാ മഫാത്ത്, കഴിഞ്ഞുപോയത് അതിനെക്കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല എന്നത്. എന്നാൽ അത് കഴിഞ്ഞു, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചില ബുദ്ധിയുള്ള ചില ആളുകൾ അങ്ങനെയാണ്. അവർ സംഭവിക്കുന്നതിന് മുമ്പ് താക്കീത് ചെയ്യും, അത് ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ശാസിക്കുകയില്ല, അത് കാര്യമില്ല, അത് കഴിഞ്ഞല്ലോ എന്ന നിലക്ക് അതൊഴിവാക്കലാണ് നല്ലത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. وكل ذلك في الأمور التي تتعلق بحظ الإنسان, മനസ്സിലാക്കുക ഇതേത് വിഷയത്തിനാണ്, ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതിനിങ്ങനെ തനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ തന്റെ ഭാര്യ അതുപോലുള്ള ആളുകളെ ചെയ്തതിനും അല്ലെങ്കിൽ ചെയ്യാത്തതിനൊക്കെ ശാസിക്കുന്നത് നല്ലതല്ല. മനുഷ്യന്റെ ഇതുപോലുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലാണ് ഈ പറഞ്ഞത്. എന്നാൽ വഅമ്മൽ ഉമൂറുൽ ലാസിമതു ശർഅൻ, ദീനിയായി അല്ലാഹുവിന്റെ ദീനിൽ ലാസിമായ നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഫലാ യുതസാമഹു ഫീഹാ, അതിനങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, അതിനിങ്ങനെ തസാമുഹ് അത് പാടില്ല. ലിഅന്നഹാ മിൻ ബാബിൽ അംരി ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, കാരണം അത് അൽ അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ, അൽ അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതിൽപ്പെട്ടതാണ്. അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇതാ അള്ളാഹുവിന്റെ കിതാബിലെ ഒരായത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നു, ചില ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ ضل ഇദാ ഇഹ്തദൈതും, ഓ മുഅ്മിനുകളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം സൂക്ഷിക്കുക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ, നിങ്ങൾ ഹിദായത്തിലായാൽ വഴികേടിലായിപ്പോയവർക്ക് നിങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ആയത്ത് ആരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്ത് തോന്നുന്നവനൊക്കെ തോന്നിയത് ചെയ്തോട്ടെ, നമ്മളൊന്നും പറയണ്ട, അങ്ങനെ ഹറാമ് ചെയ്യുന്ന ഹറാമ് ചെയ്തോട്ടെ, വാജിബുകൾ ഉപേക്ഷിക്കുന്നവൻ അങ്ങനെ ജീവിച്ചോട്ടെ, ശിർക്ക് ചെയ്യുന്നവൻ അങ്ങനെ ജീവിച്ചോട്ടെ, നമ്മളൊന്നും പറയണ്ട, നമ്മുടെ ഇസ്തിരി ചുടിയണ്ട എന്ന നിലക്ക് ചില ആളുകൾ ഇത് മനസ്സിലാക്കിയേക്കാം. അങ്ങനെയല്ല. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അംറുൻ ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ, അത് നടത്താതിരുന്നാൽ അല്ലാഹുവിന്റെ അദാബ് വരും എല്ലാവർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലതഅമുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിരോധിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലാഹുവിന്റെ അദാബ് വരും. അല്ലാഹുവിന്റെ അദാബ് വരുമ്പോൾ എല്ലാവർക്കുമാണ് വരിക. ثم تدعونه فلا يستجاب لكم, അല്ലാഹുവിന്റെ അദാബ് വന്നാൽ പിന്നെ നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ ഉപേക്ഷിക്കാൻ പാടില്ല. ഇത് ദീനിയായ കാര്യങ്ങളിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്താ അങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാത്തത് എന്ന് ചോദിക്കാത്തത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളിൽ പലരുടെയും അവസ്ഥ നേരെ തിരിച്ചിട്ടാണ്, നേരെ തലതിരിഞ്ഞിട്ട് ദീനിയായ കാര്യങ്ങളിൽ അങ്ങേറ്റം വിട്ടുവെച്ച് ചെയ്യും. ഒരു കുഴപ്പമില്ല, ഒന്നും മൂപ്പര് പറയൂല, ഒരാളെയും എതിർക്കുകയില്ല. എന്നാൽ ദുനിയാവിന്റെ വല്ല കാര്യത്തിലും മൂപ്പരെ തട്ടി നോക്കിയാലോ, മൂപ്പരെ വല്ല എന്തെങ്കിലും ഒരു സുഖസൗകര്യത്തിന് ഇളക്കം തട്ടുന്ന കാര്യം നടന്നാലോ ശക്തമായി പ്രതികരിക്കും. സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ വളരെ അതിശക്തമായി പ്രതികരിക്കും. അതിശക്തമായി അമ്രും നഹിയും കൽപ്പനയും വിലക്കും ഒക്കെ വരും. ദീനിയായ കാര്യങ്ങളിലോ എന്ത് നടന്നാലും സ്വന്തം വീട്ടിൽ തനിക്ക് അധികാരമുള്ള വീട്ടിൽ ഹറാമ് നടക്കുന്നുണ്ടാവും. കുട്ടികളൊക്കെ വൃത്തികെട്ട വേഷം ധരിച്ച് സിനിമ പാട്ടും കേട്ട് സിനിമയും കണ്ട് ഇങ്ങനെ നടക്കുന്ന വൃത്തികെട്ട തെമ്മാടികളായ മക്കളുണ്ടാവും. തങ്ങളുടെ ചെലവിന് കീഴിലുള്ള ആളുകൾ അവരോട് പറയുകയില്ല, അനുസരിപ്പിക്കുകയില്ല, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയില്ല. ഇതൊന്നും സഹോദരങ്ങൾ നമുക്ക് പാടില്ലാത്തതാണ്. മറിച്ച് അല്ലാഹുവിന്റെ ദീൻ അതിൽ അമ്രും നഹിയും വാജിബാണ്. എന്നാൽ ദുനിയാവിന്റെ കാര്യങ്ങൾ അത് പലതും വിട്ടുകൊടുത്തേക്കാം. അപ്പൊ നോക്ക്, ദീനിയായി നാം കൽപ്പിക്കുന്ന
നമ്മുടെ കൽപ്പനകൾക്ക് വില ഉണ്ടാവും. കാരണം തൊട്ടയും പിടിച്ചവരൊക്കെ ഇങ്ങനെ കുറ്റം കണ്ടെത്തുന്ന ആളല്ല. മറിച്ച് അള്ളാഹുവിന്റെ ദീൻ അതിന്റെ കാര്യം വരുമ്പോൾ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകളുടെ വാക്കിന് വില ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നോക്കൂ നിങ്ങൾ, ഇതാ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, മാ ضرب റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി ഖാദിമൻ ലഹു ഖത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തന്റെ കൈകൊണ്ട് തന്റെ ഒരു സേവകനെയും ഒരു ഖാദിമിനെയും അടിച്ചിട്ടില്ല. ഒരു ജോലിക്കാരനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് അടിച്ചിട്ടില്ല. വലംറഅതൻ, തന്റെ ഒരു ഭാര്യയെയും അവിടുന്ന് അടിച്ചിട്ടില്ല. വലാ ضرب ബിയദിഹി ശൈഅൻ ഖത്തു, ഒന്നിനെയും അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് അടിച്ചിട്ടില്ല. ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിലൊഴികെ. കാരണം അത് ദീനിയാണ്. വലാ ഖുയ്യിറ ബൈന ശൈഅൈനി ഖത്തു ഇല്ലാ കാന അഹബ്ബഹുമാ ഇലൈഹി ഐസറുഹുമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഏതെങ്കിലും രണ്ട് തഖീർ വന്നാൽ, രണ്ട് ഓപ്ഷൻ വന്നാൽ, രണ്ട് കാര്യം, രണ്ട് വഴി സ്വീകരിക്കണം, രണ്ടിലേതെങ്കിലും ഒരു വഴി സ്വീകരിക്കണം എന്ന് വന്നാൽ എപ്പോഴും അവിടുന്ന് ഏറ്റവും എളുപ്പമായതായിരുന്നു സ്വീകരിക്കാറുണ്ടായിരുന്നത്. ഹത്താ യകൂന ഇസ്മ, പാപം ആയാൽ ഒഴികെ. ഒന്നിൽ ഹറാമുണ്ട്, ഒന്ന് ഹലാലുമാണ്. അപ്പൊ ഹറാം ചിലപ്പോൾ എളുപ്പമായിരിക്കും, അപ്പൊ ഹറാം എടുക്കുകയില്ല. രണ്ട് ജായിസായ മാർഗങ്ങൾ വന്നു, തെരഞ്ഞെടുക്കേണ്ട അവസ്ഥ വന്നു, ഏറ്റവും എളുപ്പമുള്ളത് തെരഞ്ഞെടുക്കുമായിരുന്നു. ഹറാമായാൽ ഒഴികെ. ഫൈദാ കാന ഇസ്മൻ, എന്നാൽ പാപം ആയാൽ, പാപമാകുന്ന ഒരു വഴി മുന്നിൽ കണ്ടാൽ, കാന അബ്അദൻ നാസി മിനൽ ഇസ്ം, അതിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും. വലൻ തഖമ ലിനഫ്സിഹി മിൻ ഷൈഇൻ യുഅ്താ ഇലൈഹി, ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിനു വേണ്ടി പ്രതികാരം ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിൽ അവിടുന്ന് ഒരിക്കലും പ്രതികാരം ചെയ്തിട്ടില്ല. ഇല്ലാ അൻ തുൻതഹക ഹുറുമാത്തില്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ അത് ലംഘിക്കപ്പെട്ടാൽ ഒഴികെ. അല്ലാഹു ഹറാമാക്കിയത് ഒരാൾ ചെയ്തു, അപ്പോൾ അയാൾക്ക് അല്ലാഹു പറഞ്ഞ ശിക്ഷ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കുമായിരുന്നു. ഫയകൂനു ഹുവ യൻതഖിമു ലില്ലാഹി അസ്സ വജൽ, അങ്ങനെ വന്നാൽ അല്ലാഹുവിന്റെ ഹറാമുകൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവിടുന്ന് അല്ലാഹുവിനു വേണ്ടി പ്രതിക്രിയ, ഇന്തിഖാം നടപ്പിലാക്കുമായിരുന്നു. സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി. അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹ, അവിടുന്ന് തന്റെ സ്വഭാവം പോലെ വളരെ ഭംഗിയുള്ള മുഖമായിരുന്നു അവിടുത്തേത്. വഅഹ്സനുൻ നാസി ഖൽഖ, അവിടുത്തെ രൂപം അല്ലാഹു നല്ല രൂപത്തിലായിരുന്നു അവിടുത്തെ പടച്ചത്. ലൈസ ബിത്തവീലിൽ ബായിൻ, വളരെ വല്ലാതെ പൊക്കമുണ്ടായിരുന്നില്ല, നല്ല പൊക്കമുണ്ടായിരുന്നു, എന്നാൽ ഒരു മോശമായ നിലക്ക് അവിടുന്ന് ഉയരമുണ്ടായിരുന്നില്ല. വല ബിൽ ഖസീർ, എന്നാൽ അവിടുന്ന് തീരെ ഉയരമില്ലാത്ത ആളുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ ഗുണങ്ങളും ഈ ഖുലുഖിന്റെ കൂടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ അത്തരം ഹദീസുകൾ കൊണ്ടുവന്നു. ഇമാം അന്നവവി, ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനുവേണ്ടി ഒരു പ്രത്യേകം കിതാബ് എഴുതിയിട്ടുണ്ട്, ശമാഇലുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപ വിശേഷണങ്ങളും അവിടുത്തെ സ്വഭാവ വിശേഷണങ്ങളും അവിടുത്തെ ദിനചര്യകളും അവിടുത്തെ സുറുമ, അവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വിവരിച്ചുകൊണ്ട് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പ്രത്യേകം കിതാബ് എഴുതുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫസതുബ്സിറു വയുബ്സിറൂൻ ബിഅയ്യികുമുൽ മഫ്തൂൻ. ഫസതുബ്സിറു, തുബ്സിറു എന്നാൽ കാണും എന്നാണ്, താങ്കൾ കാണും. സതുബ്സിറു എന്നാൽ അവിടെ സീൻ എന്നാൽ വഴിയിൽ. അൽഹംദുലില്ലാഹ് ഹദീകുല്ലാഹ്. ഫസതുബ്സിറു വയുബ്സിറൂൻ, വഴിയെ താങ്കൾ കാണുന്നതാണ്. വയുബ്സിറൂൻ, അവരും കാണുന്നതാണ്. ബിഅയ്യികുമുൽ മഫ്തൂൻ, ബിഅയ്യികുമുൽ മഫ്തൂൻ, ബിഅയ്യികും നിങ്ങളിൽ ആരാണ് അൽ മഫ്തൂൻ, ഫിത്ന ബാധിച്ചവൻ, കുഴപ്പത്തിലായവൻ എന്ന് ഓ നബിയെ താങ്കൾ കാണും, അതുപോലെ അവരും കാണുന്നതാണ്. നമുക്ക് ഈ ആയത്തിൽ കുഫാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ ആരോപണം അള്ളാഹു അതിന് മറുപടി പറഞ്ഞു.
മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അവർ പറയുന്നത് പോലെ താങ്കൾ ജിന്ന് ബാധിച്ച ഭ്രാന്തായി പോയിട്ടുള്ള ആളല്ല, മറിച്ച് അള്ളാഹുവിങ്കൽ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുള്ള ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായ അള്ളാഹുവിന്റെ റസൂലാണ്. സതുബ്സിറു വയുബ്സിറൂൻ, താങ്കൾ കാണും അവരും കാണും. ബിഅയ്യികുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരാണ് മഫ്തൂൻ? മഫ്തൂൻ എന്നാൽ ഫിത്ന ബാധിച്ചവൻ എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഫസതഅലമു യാ മുഹമ്മദ് വസയഅലമു മുഖാലിഫൂക വമുകദ്ദിബൂക മനിൽ മഫ്തൂനു الضال മിൻക വമിൻഹും. ഓ മുഹമ്മദ്, അല്ലാഹു പറയുന്നു താങ്കൾ അറിയും, അതുപോലെ താങ്കളുടെ എതിരാളികളും അറിയും ആരാണ് മഫ്തൂൻ, ആരാണ് വഴികേടിലായവർ. ഏതുപോലെ അല്ലാഹു സൂറത്തുൽ ഖമറിൽ പറഞ്ഞതുപോലെ സയഅലമൂന ഗദൻ മനിൽ കദ്ദാബുൽ അശിർ, നാളെ അവരറിയുന്നതാണ് മനിൽ കദ്ദാബുൽ അശിർ, ആരാണ് കളവ് പറയുന്ന ആൾ എന്നവർ നാളെ തിരിച്ചറിയും. ഇന്നും നാളെയും ഒരുപോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനെയും കാഫിറിനെയും ഫാസിഖിനെയും സാലിഹിനെയും പരലോകത്തൊരിക്കലും ഒരുപോലെ ആക്കുകയില്ല. ബിഅയ്യികുമുൽ മഫ്തൂൻ ഐ അൽ ജുനൂൻ. മഫ്തൂൻ എന്നാൽ ഭ്രാന്ത് ബാധിച്ച ആൾ, ഫിത്ന ബാധിച്ച ആൾ ആരാണെന്ന് കാണുന്നതാണ്, അറിയുന്നതാണ് താങ്കളും അവരും. ഏതുപോലെ അല്ലാഹു പറഞ്ഞല്ലോ, നോക്ക് അടുത്ത ആയത്ത്, ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل عن سبيله وهو أعلم بالمهتدين. ഇന്ന റബ്ബക, തീർച്ചയായും താങ്കളുടെ റബ്ബ്, ഹുവ അഅലം, അവനാണ് അഅലം, ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമൻ ضل, ആരാണോ ദലാലത്തിലായിട്ടുള്ളത് അവരെക്കുറിച്ച്, വഹുവ അഅലം, അല്ലാഹു തന്നെയാണ് നന്നായി അറിയുന്നവൻ, ബിൽ മുഹ്തദീൻ, ഹിദായത്തിലായവരെ കുറിച്ചും. ഇബ്നു കസീർ പറഞ്ഞു, വയഅലമു തആല, അല്ലാഹു തആല അറിയുന്നു, അയ്യുൽ ഫരീഖൈന മിൻകും വമിൻഹും ഹുവൽ മുഹ്തദി, നിങ്ങളുടെ കൂട്ടത്തിലാണോ അല്ല അവരുടെ കൂട്ടത്തിലാണോ, ആരുടെ പക്കലാണ് സന്മാർഗമുള്ളത് എന്ന് അല്ലാഹുവിനറിയാം. വയഅലമുൽ ഹിസ്ബല്ലാൽ അനിൽ ഹഖ്, ഈ രണ്ട് കക്ഷികളിൽ മുസ്ലിമീങ്ങളും കാഫിറുകളും, ഇതിലാരാണ് ഹക്കിന്റെ കക്ഷി, സത്യത്തിന്റെ കക്ഷി ആരാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നു. അല്ലാഹു അവന്റെ ദീൻ സ്വീകരിച്ചവരാണ് ഹക്കിലുള്ളത്, അല്ലാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്തവരാണ് ബാത്തിലുള്ളത്. ആർക്ക് സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാഹുവിനറിയാം, അല്ലാഹു രണ്ടു കൂട്ടരെയും ഒരുപോലെ ആക്കുകയില്ല എന്നതിനതിൽ സൂചനയുണ്ട്. അല്ലാഹുവിന് ഇവർ രണ്ടുപേരെയും അറിയാം, ഒരു കൂട്ടർ മാത്രമാണ് ഹക്കിൽ, ഒരു കൂട്ടർ ബാത്തിലാണ്. അല്ലാഹു അറിയുന്നവനായിരിക്കെ അല്ലാഹു വെറുതെ വിടുമോ? അല്ലാഹു അറിയുകയും എന്നിട്ട് അല്ലാഹു രണ്ടു കൂട്ടരെയും ഒരുപോലെ ആക്കുകയുമോ? ഒരിക്കലും സംഭവിക്കുകയില്ല. അല്ലാഹു പറയുന്നു, ഫലാ തുതിഇൽ മുകദ്ദിബീൻ വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇൻ ലിൽഖൈരി മുഅ്തദിൻ അസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم فلا تطع താങ്കൾ അനുസരിക്കരുത്. അത്യ എന്നാൽ അനുസരിക്കുക, അതാഅ യുതിഉ, ഫലാ തുതിഅ താങ്കൾ അനുസരിക്കരുത് അൽ മുകദ്ദിബീൻ. മുകദ്ദിബാരാണ്? നിഷേധിക്കുന്നവൻ. കദ്ദബ യുകദ്ദിബ്, നിഷേധിക്കുന്നവർ. ആ നിഷേധികളെ, ഓ നബിയെ താങ്കൾ അനുസരിച്ചു പോകരുത്. വദ്ദു അവരാഗ്രഹിക്കുന്നു, വദ്ദ എന്നാൽ ഇഷ്ടപ്പെട്ടു, വദ്ദു അവരിഷ്ടപ്പെട്ടു, അവരാഗ്രഹിക്കുന്നു, ലൗ തുദ്ഹിനു ഓ നബിയെ താങ്കളൊന്ന് തുദ്ഹിനു, മുദാഹന എന്താണത്? ഒന്ന് മയപ്പെടുത്തുക, ഒന്ന് പതപ്പിക്കുക. ലൗ തുദ്ഹിനു ഫയുദ്ഹിനു, താങ്കളൊന്ന് മയപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഫയുദ്ഹിനു, അവരും മയപ്പെടുത്തിയനെ. പക്ഷെ അത് പറ്റുമോ? പറ്റില്ലല്ലോ. വലാ തുതിഅ താങ്കൾ അനുസരിക്കരുത് കുല്ല ഹല്ലാഫിൻ മഹീൻ, ഈ നിഷേധികളുടെ സ്വഭാവമാണ് ഹല്ലാഫ് മഹീൻ. ഹല്ലാഫ് എന്നാൽ എന്താണ്? ഹലഫ യഹ്ലിഫു, സത്യം ചെയ്യുക. ഹല്ലാഫ് എന്നാൽ ഒരുപാട് സത്യം ചെയ്യുന്നവൻ. എന്തിനാണ് ഒരുപാട് സത്യം ചെയ്യുന്നത്? ഈ നിഷേധികളിൽപ്പെട്ട ആളുകൾ, അവരിൽ ഒരുവൻ അതാ ഒരുപാട് സത്യം ചെയ്യുന്നു.
യഥാർത്ഥത്തിൽ അവൻ്റെ ഉദ്ദേശം കുറെ സത്യം ചെയ്യുമ്പോൾ ഞാൻ ഹക്കിലാണെന്ന് സ്ഥാപിക്കാനും മറ്റുള്ളവർക്ക് മുകളിൽ വലുതാവാനുമാണ്. പക്ഷേ എന്താണ് അവനാകുന്നത്? മഹീൻ. മഹീൻ എന്ന തീരെ വിലയില്ലാത്തവനാണ്. വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. നോക്കവൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണ്, എന്നാൽ നടക്കുന്നത് എന്താണ്? സത്യം ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് തന്റെ കയ്യിലാണ് ഹക്കെന്ന് സ്ഥാപിച്ച് മുകളിലെത്താൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ വിലയില്ലാതാവുകയാണ്. ഹക്കിന്റെ ആളാണോ അവൻ ഒരുപാട് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ഒരുപാട് കാണുകയാണ് അല്ലെങ്കിൽ ഒരുപാട് സംസാരിച്ച് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഹക്കിന് അതിന്റെ നൂറുണ്ടാകും. ഹക്കിന് സ്വയം അതിന്റെ പ്രകാശം, അതിന്റെ കൂവ, അതിന്റെ ശക്തി ഹക്കിനുണ്ടാവും. അതുകൊണ്ടാണ് മുൻഗാമികളുടെ വാക്കുകൾ വളരെ ചുരുക്കമാണ്, വാക്കുകൾ വളരെ കുറച്ചാണ്, പക്ഷെ അതിന്റെ അസർ, അതിന്റെ ഫലം വളരെ വലുതാണ്. ഹമ്മാജിൻ മശ്ശാഇൻ ബിനമീം, അതുപോലെ അവന്റെ സ്വഭാവമാണ് ഹമ്മാസ്. ഹമ്മാസ് എന്നാൽ വലുള്ളി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസ എന്നാൽ മോശമായത് പറയുക, പരിഹസിക്കുക, കുത്തി പറയുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹമ്മാസിൻ ഇവിടെ ഗീബത്ത് എന്നാണ് ഉദ്ദേശമെന്ന് സഹാബത്ത് പറഞ്ഞു. മശ്ശാഇൻ, അവൻ ധാരാളമായി നടക്കുന്നു. മശായംശി, മശ്ശ എന്നാൽ ഒരുപാട് നടക്കുന്നു. ബിനമീം, നമീമത്തുമായി, ഏഷണിയുമായി. അതുപോലെ അവൻ മന്നാഇൻ ലിൽ ഖൈർ. അവൻ ഹമ്മാസ്, മശ്ശാ, ഹല്ലാഫ്, ഇതൊക്കെ എന്താണ്? ഫആൽ എന്ന വസനിൽ വരുന്ന വാക്കുകളാണ്. ഫആൽ എന്നാൽ ഒരു കാര്യം ഒരുപാട് ചെയ്യുക. ഫആലുൽ ലിമാ യുരീദ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നന്നായി ചെയ്യുന്നവനാണ്. അൽ ഖല്ലാഖ്, ധാരാളമായി സൃഷ്ടിച്ചവൻ, നന്നായി പടച്ചവൻ എന്നൊക്കെയാണ്. അതുപോലെയാണ് ഈ ആയത്തുകളിൽ വന്ന വാക്കുകൾ അധികവും. ഹല്ലാഫ്, അതുപോലെ മശ്ശാ, ഹമ്മാസ്, മന്നാ. മന്നാ എന്താണ്? മനാ, തടഞ്ഞു വെക്കുക. മന്നാ ലിൽ ഖൈർ, ഖൈർ തടയുന്നവനാണ്. മുഅ്തദിൻ അസീം, മുഅ്തദിൻ അതിരുവിട്ടവനാണ്. അസീം പാപിയാണ്. നമുക്ക് ഈ ആയത്തിന്റെ തഫ്സീറുകൾ വലാ തുതിഉൽ മുകദ്ദിബീൻ എന്നത് മുതൽ വായിക്കാം. ഇബ്നു കസീർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, താങ്കൾ ഈ നിഷേധികളെ അനുസരിക്കരുത് എന്ന് പറഞ്ഞാൽ كما أنعمنا عليك وأعطيناك الشرع المستقيم والخلق العظيم. ഓ നബിയെ, താങ്കൾക്ക് നാം ഈ ഏറ്റവും നേരായ ചൊവ്വായ മാർഗം, ഈ ദീൻ അത് നൽകിയിരിക്കുന്നു, ഏറ്റവും മികച്ച സ്വഭാവവും നൽകിയിരിക്കുന്നു. ഇപ്പൊ താങ്കൾ എങ്ങനെയാണ് ഈ പറയപ്പെട്ട വൃത്തികെട്ട സ്വഭാവമുള്ള ആളുകളെ അനുസരിക്കുക? നോക്കിത് രണ്ടും തമ്മിൽ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, താങ്കൾ ഉള്ളത് മഹത്തായ സ്വഭാവത്തിനാണ്. തൊട്ടുമുർ വഇന്നലക ലഅജ്റൻ ഗൈറ മംനൂൻ, താങ്കൾക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. എന്തുകൊണ്ടാണ് മുറിഞ്ഞു പോകാത്ത പ്രതിഫലം? അള്ളാഹുവിന്റെ ദീനിലാണുള്ളത്, ഈ സിറാത്തുൽ മുസ്തഖീമിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഏറ്റവും മുന്തിയ സ്വഭാവത്തിനോടമയുമാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്ന മുകദ്ദിബുകളെ? ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, വൃത്തികെട്ട ഈ സ്വഭാവമുള്ള ആളുകളെ താങ്കൾ എങ്ങനെ അനുസരിക്കാനാണ്? അതൊരിക്കലും യോജിച്ചതല്ല, സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്തതാണ്. താങ്കൾക്ക് ഇതൊക്കെ നൽകിയിരിക്കുന്നു അള്ളാഹു. അതുകൊണ്ട് ഫലാ തുതിഉൽ മുകദ്ദിബീൻ, നിഷേധികളെ താങ്കൾ അനുസരിക്കരുത്. വദ്ദു, അവർ ഇഷ്ടപ്പെടുന്നു. ലൗ തുദ്ഹിനു, താങ്കളൊന്ന് മയപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഫയുദ്ഹിനു, എങ്കിൽ അവരും മയപ്പെടുത്തിയനെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ തുറഖിസു ലഹും ഫയുറഖിസൂൻ, താങ്കൾ അവർക്ക് എന്തെങ്കിലും റുഖ്സ കൊടുത്തിരുന്നുവെങ്കിൽ, കുറച്ചിളവ് കൊടുക്കുക, കുറച്ചിളവ് കൊടുത്തിരുന്നുവെങ്കിൽ ഫയുറഖിസൂൻ, അവരും താങ്കൾക്ക് ഇളവ് നൽകിയേനെ, ഉപദ്രവിക്കൂല, എതിർപ്പുകൾ കുറയും. മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വദ്ദു ലൗ തർകനു ഇലാ ആലിഹതിഹിം വതത്റുകു മാ അൻത അലൈഹി മിനൽ ഹഖ്, അവരെയും അവരുടെ ഇലാഹുകളെയും അവരിലേക്ക്, ആ ഇലാഹുകളിലേക്ക് താങ്കളൊന്ന് ചാഞ്ഞിരുന്നുവെങ്കിൽ, ഈ താങ്കളുള്ള സത്യം, ഈ ഹക്ക് താങ്കൾ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് നടക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത് പറയാനാണ് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു അയച്ചത്. പിന്നെ എങ്ങനെയാണ് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം കാണിക്കുക, അതൊഴിവാക്കുക? നടക്കാത്ത കാര്യമാണ്.
ثم قال تعالى എന്നിട്ട് അല്ലാഹു പറഞ്ഞു വലാ തുതി' ഓ നബിയെ താങ്കൾ അനുസരിക്കരുത് കുല്ല ഹല്ലാഫിൻ മഹീൻ ധാരാളമായി സത്യം ചെയ്യുന്ന മഹീനായ അഥവാ നിന്ദനായ വിലയില്ലാത്തവനെ താങ്കൾ അനുസരിക്കരുത്. وذلك أن الكاذب لضعفه ومهانته അതെന്തെന്നാൽ അൽ കാദിബ് കളവ് പറയുന്നവൻ ലിضعفه ومهانته അവന്റെ കയ്യിലുള്ളത് വളരെ ദുർബലമാണ്. കളവിന് ശക്തിയില്ല, ഹക്കിനാണ് ശക്തിയുള്ളത്. മഹാനത്തി അവൻ നിന്ദനാണ്, കളവ് പറയുന്നവൻ നിന്ദനാണ്. ഇന്നമാ യത്തഖി ബിഐമാനിഹിൽ കാദിബ അവൻ പിന്നെ അവൻ വരുന്ന എതിർപ്പുകളൊക്കെ നേരിടുന്നത് എന്തുകൊണ്ടാണ്? കള്ളസത്യങ്ങൾ കൊണ്ട്. യജ്തരിഉ ബിഹാ അലാ അസ്മാഇല്ലാഹി തആല അവൻ അല്ലാഹുവിന്റെ പേരുകൾ ഉപയോഗിച്ച് ഇങ്ങനെ കള്ളസത്യം ചെയ്യുന്നു. വസ്തിഅമാലിഹാ ഫീ കുല്ലി വഖ്തിൻ ഫീ ഗൈരി മഹല്ലിഹാ അല്ലാഹുവിന്റെ പേര് അവൻ വേണ്ടടുത്തും വേണ്ടാത്തടത്തൊക്കെ ഉപയോഗിക്കുന്നു സത്യം ചെയ്യാൻ അവൻ ആവശ്യമില്ലാത്ത സ്ഥലത്തും സത്യം ചെയ്യുന്നു. കാരണം കയ്യിലുള്ളത് ഹക്കല്ല, ബാത്തിലാണ്. قال ابن عباس عبد الله بن عباس رضي الله عنه പറഞ്ഞു അൽ മഹീൻ അൽ കാദിബ് മഹീൻ എന്നാൽ ഇവിടെ ഉദ്ദേശം കാദിബാണ്, കളവ് പറയുന്നവനാണ്. അതോടൊപ്പം അവൻ ഹല്ലാഫാണ്, സത്യം ചെയ്യുന്നവനാണ്. وقال മുജാഹിദ് മുജാഹിദ് പറഞ്ഞു ഹുവ ضعيفുൽ ഖൽബ് ഹൃദയം വളരെ ദുർബലമായവനാണ് അവൻ. ഹൃദയം ദുർബലമാകുക എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലല്ല, മറിച്ച് ഖൽബിന് ഹക്കിന്റെ ശക്തിയില്ല, ബാത്തിലിൽ ആയതുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇമാം ഹസൻ അൽ ബസ്രി പറഞ്ഞു കുല്ലു ഹല്ലാഫിൻ മുകാബിരിൻ മഹീനുൻ ദഈഫ് ഇങ്ങനെ ഒരുപാട് സത്യം ചെയ്യുന്ന മുകാബിർ, സത്യം ചെയ്ത് അവൻ വലുതാകാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ മഹീനുൻ ദഈഫ് ദുർബലനായി പോവുകയാണ്, വില കുറഞ്ഞു പോവുകയാണ്. നോക്ക്, ഇത് നമുക്കൊക്കെ ഏതൊരാൾക്കും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. ഒരാൾ കുറേ സംസാരിച്ച് തന്റെ ഭാഗം സ്ഥാപിക്കുന്നത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും. മറിച്ച് ഹക്കിന് അതിൻ്റെതായ കൂവത്തുണ്ട്. അത് ചിലപ്പോൾ നേർക്ക് നേരെ അങ്ങ് പറഞ്ഞാൽ അത് മനസ്സിലാകും, അതിനതിൻ്റെ ശക്തിയുണ്ട്. ഹമ്മാജിൻ മാത്രമല്ല, ഇവൻ ഹമ്മാജ് എന്നാൽ യാനി അൽ ഇഗ്തിയാബ് ഗീബത്ത് പറയുന്നവനാണ്. അതുപോലെ അതിൻ്റെ ഒരു അർത്ഥമാണ് കുത്തി പറയുക, മോശമായത് മറ്റുള്ളവരെ പുച്ഛിക്കുക എന്നതൊക്കെ. മശാഇം ബിനമീം നമീമത്തുമായി നടക്കുന്നവനാണ്. മശാഇം ബിനമീം അല്ലദീ യംശി ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അവൻ നടക്കുന്നു. വയുഹർരിശു ബൈനഹും അവർക്കിടയിൽ ഇളക്കിവിടുന്നു പരസ്പരം. വയൻഖുലുൽ ഹദീസ ലിഫസാദി ദാതിൽ ബൈനി ബന്ധമുള്ള ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി കൊടുക്കുന്നു. അതാണ് മശാഇം ബിനമീം. നമീമത്തുമായി അവൻ നടക്കുന്നു. ഒരാൾ പറഞ്ഞത് ഇപ്പുറം കൊണ്ടുപോയി കൊടുക്കുന്നു, പറഞ്ഞത് പറയാത്തത്. وقد ثبت في الصحيحين ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൻ ഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറൈൻ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഖബറുകളുടെ അടുത്തുകൂടെ കടന്നുപോയി. ഫഖാല അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇന്നഹുമാ ലയുഅദ്ദബാൻ ഈ രണ്ട് ഖബറിലുള്ളവർ ശിക്ഷിക്കപ്പെടുന്നു. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ ഇവർ രണ്ടുപേരും ഒരു കബീറിനല്ല ശിക്ഷിക്കപ്പെടുന്നത്. കബീർ എന്നാൽ വലുതിനല്ല ശിക്ഷിക്കപ്പെടുന്നത്. പറഞ്ഞാൽ ആ തെറ്റ് ചെറുതാന്നല്ല, പിന്നെയോ ചെയ്ത ആളുകൾ വളരെ നിസ്സാരമായിട്ടാണ് അതിനെ കണ്ടിരുന്നത് എന്നാണ്. തെറ്റുകൾ വളരെ വലുതാണ്. അമ്മാ അഹദുഹുമ ഒരാൾ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ മൂത്രമൊഴിക്കുമ്പോൾ ശരിക്കും ശുദ്ധിയാക്കാറുണ്ടായിരുന്നില്ല. അതാണ് ആദ്യത്തെ ആൾ ചെയ്ത തെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖബർ ശിക്ഷയിൽ അധികവും മൂത്രമൊഴിച്ചാൽ ശുദ്ധിയാക്കാത്ത വിഷയത്തിലാണ് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ. ആളുകൾ ഇതിൽ രണ്ട് തരക്കാരാണ്. ചില ആളുകൾ അവരതിൽ അതിര് കവിഞ്ഞ് വസ്വാസായി
അതിൽ വൃത്തിയാക്കുന്നതിൽ വസ്വാസായി അവർക്കൊരിക്കലും അതിൽ നിന്ന് മോചിതരാവാൻ കഴിയാത്ത രൂപത്തിൽ. മറ്റു ചില ആളുകളാകട്ടെ തീരെ ശ്രദ്ധിക്കാതെ അലംഭാവം കാണിക്കുന്നു. ഇത് രണ്ടും പാടില്ലാത്തതാണ്. മറിച്ച് നന്നായി വൃത്തിയാക്കുക, അതിന് പറ്റിയ രൂപത്തിൽ വസ്ത്രം ധരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് ഇങ്ങനെയാണ്. വഅമ്മൽ ആഖർ, രണ്ടാമത്തെ ആൾ ഫകാന യംശി ബിൻ നമീമ, രണ്ടാമത്തെ ആൾ നമീമത്തുമായി നടക്കുന്ന ആളായിരുന്നു. അതുപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്ത്, ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്ത്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. ഖത്താത്ത് എന്നാൽ നമ്മാം, ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, നമീമത്ത് പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ എന്ന സഹാബി വനിത അവർ റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അലാ ഉഖ്ബിറുക്കും ബിഖിയാരിക്കും, ഞാൻ നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്ന് പറഞ്ഞു തരട്ടെയോ? ഖാലു, അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതെ അല്ലാഹുവിന്റെ റസൂലേ പറഞ്ഞു തന്നാലും. ഖാല അല്ലദീന ഇദാ റുഊ ദുകിറല്ലാഹു അസ്സ വജൽ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ആളുകൾ? അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മ വരും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ദീൻ പാലിക്കുന്ന ആളുകളാണ്, അവനെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവരെ കണ്ടാൽ നമുക്ക് റബ്ബിന് ഓർമ്മ വരും, അള്ളാഹുവിന്റെ ദീൻ ഓർമ്മ വരും. അവരാണ് നിങ്ങളെ ഏറ്റവും ഖൈറായ ആൾ. അവരൊരു സദസ്സിലേക്ക് വന്നാൽ ആളുകൾ അള്ളാഹുവിന്റെ ദീനാണ് ഓർക്കുക, റബ്ബിനാണ് ഓർക്കുക. അതേസമയം ചില ആളുകൾ അവരെ നമ്മൾ കണ്ടാൽ നമുക്ക് എന്താണ് ഓർമ്മ വരാം? അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം നമ്മുടെ ദുനിയാവിലേക്ക് കൊണ്ടുപോകും, നിരാശയിലേക്കും മോഹഭംഗത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ ജീവിതമാകെ തകർന്നതായിട്ട് ചിലപ്പോൾ തോന്നിപ്പോകും ചില മനുഷ്യന്മാരോട് സംസാരിച്ചാൽ. അങ്ങനെ ഉള്ള ആളുകൾ നമുക്ക് ഷർറുണ്ടാക്കും. മറിച്ച് നമ്മളെപ്പോഴും കൂട്ടുകൂടാൻ ശ്രമിക്കേണ്ടത്, ചങ്ങാതിയാക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളെക്കാളും ദീനിൽ കുറച്ചുകൂടി ഉയരത്തിലുള്ള ആളെയാണ്. നമ്മൾ അതേ മുസ്തവയിലുള്ള അതേ നിലവാരത്തിലുള്ള ആളെ അല്ല, താഴെയുള്ളവരും അല്ല. പക്ഷെ നമ്മെക്കാൾ ദീനിൽ കുറച്ചുകൂടി നിലവാരമുള്ള ആളെ ചങ്ങാതിയാക്കാൻ, അവരോട് കൂട്ടുകൂടാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അവരെ കാണുന്നതിന് നമുക്ക് റബ്ബിന് ഓർമ്മ വരും, നമുക്ക് അവരെ പോലെ ആകാൻ, ജീവിതത്തിന് മാറ്റം വരുത്തണം എന്ന് തോന്നും. അള്ളാഹുവിനെ, അവന്റെ ദീനിനെ ഓർമ്മപ്പെടുത്തി തരുന്നവർ, ദുനിയാവിന്റെ പ്രയാസമായി കാണരുത് എന്ന് പഠിപ്പിച്ചു തരുന്നവർ. അല്ലാത്ത ആളുകൾ നമ്മളെ ദീൻ മറപ്പിച്ചു കളയും. ദുനിയാവിന്റെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വലുതാക്കി കളിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിശിറാരിക്കും, നിങ്ങളിൽ ഷർറായ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അൽ മശ്ശാഊന ബിൻ നമീമ, നമീമത്തുമായി നടക്കുന്നവർ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പ്രിയപ്പെട്ടവരെ പരസ്പരം അവർക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുന്നവർ, അവരാണ് നിങ്ങളിലെ ഷർറായ ആൾ. വൽ ബാഗൂന ലിൽ ബുറാഇ അൽ അനത്, സുബ്ഹാനല്ലാഹ്. അൽ ബാഗൂൻ, ബാഗൂൻ എന്നാൽ അന്വേഷിച്ച് നടക്കുന്നവർ. അൽ ബുറാ എന്നാൽ നിരപരാധികളെ. അൽ അനത്, അവർക്കെന്തെങ്കിലും ലൈംഗികമായ തകരാറുണ്ടോ, അവരെന്തെങ്കിലും തോന്നിവാസികളാണോ എന്നത് അന്വേഷിച്ച് നടക്കുന്നവർ, നിരപരാധികളെ കുറിച്ച്. അവരാണ് ഷർറായ ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, നിങ്ങളിലെ ഖൈറായ ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ഇദാ റുഊ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ റബ്ബിനെ ഓർമ്മ വരും. നിങ്ങളിലെ ഷർറായ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അൽ മശ്ശാഊന ബിൻ നമീമ, ഏഷണിയുമായി നടക്കുന്നവർ. അൽ മുഫ്സിദൂന ബൈനൽ അഹിബ്ബ, പ്രിയപ്പെട്ടവർക്കിടയിൽ മഹബ്ബത്തുള്ളവരെ തമ്മിൽ ഫസാദാക്കി കളയുന്നവർ. അൽ ബാഗൂന ലിൽ ബുറാഇൽ അനത്, നിരപരാധികൾക്ക് എന്തെങ്കിലും അനത്തുണ്ടോ, അവർക്കെന്തെങ്കിലും വൃത്തികേടുകൾ അവരിലുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണ് തതബ്ബുഉൽ ആസാർ, മറ്റുള്ളവരുടെ തതബ്ബുഉൽ ഉയൂബ്, മറ്റുള്ളവരുടെ അയ്ബ് അന്വേഷിച്ച് നടക്കുക എന്നത്.
ഏതെങ്കിലും ഒരാളുടെ മുസ്ലിമിന്റെ ഐബ് നമ്മൾ അന്വേഷിച്ച് നടന്നാൽ അള്ളാഹു നമ്മുടെ ഐബ് അന്വേഷിക്കും. അള്ളാഹു ആരുടെ ഐബിന്റെ പിന്നാലെ വന്നോ അവനെ അള്ളാഹു വഷളാക്കി കളയും, അവനവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാലും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉയൂബ് നമ്മൾ അന്വേഷിക്കാതിരിക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. മോശമായ വാർത്തകൾ അതിൻ്റെ പിന്നാലെ നടക്കുക എന്നത് നിഫാഖാണ്. സുബ്ഹാനല്ലാഹ്. നോക്കി, നമ്മളെ കയ്യിൽ പത്രം കിട്ടിയാൽ വൃത്തികെട്ട ഒരു മോശമായ വാർത്ത, എന്തെങ്കിലും നാട്ടിൽ കാണുന്ന ലൈംഗിക അരാജകത്വങ്ങൾ, അതുപോലത്തെ വാർത്തകൾ, അത് താല്പര്യത്തോടെ വായിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? കുറെ നമ്മൾ അവഗണിച്ചു വിടുമല്ലോ. അതല്ലാതെ താല്പര്യത്തോടെ ഇത്തരം വാർത്തകൾ വായിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ കൽബിൽ മോശമായത് ഉണ്ട് എന്നാണ്. അതിനാണ് പത്രങ്ങളൊക്കെ ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില വൈകുന്നേരം ഇറങ്ങുന്ന പത്രമൊക്കെ നിലനിൽക്കുന്ന തന്നെ ഇത്തരം വാർത്തകൾ കൊണ്ടാണ്. അല്ല, ഒരു നിലവാരമുണ്ടെന്ന് പറയുന്ന പലതും അവർ പറയും, നമ്മൾ ഇന്ന സർവേ നടത്തി. എന്തിനാണ് സർവേ നടത്തുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ്. ആളുകൾ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ, അങ്ങനെയുള്ള വിവരങ്ങൾ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. അത് വായിച്ച് രസിച്ച് കുറെ ആളുകൾ നമ്മുടെ കൽബ് കേടുവരികയാണ്, കൽബ് മോശമായി പോവുകയാണ്. തിന്മകൾ അതിലേക്ക് നമ്മുടെ കൽബ് അടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം വാർത്തകൾ നമ്മൾ വായിക്കുന്നതിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മന്നാഇ ലിൽ ഖൈർ മുഅ്തദിൻ അസീം ഹമ്മാസിൻ മശാഇൻ ബിനമീം മന്നാഇ ലിൽ ഖൈർ മുഅ്തദിൻ അസീം. നോക്കി, ഈ ആയത്തിൽ പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഖൈർ തടയുന്നു. 2, മുഅ്തദ്. മുഅ്തദ് എന്നാൽ അതിരുവിടുന്നു. അത് അള്ളാഹു അനുവദിച്ചതിൽ അവൻ അതിരുവിടുന്നു. അസീം, അനുവദിക്കാത്ത ഹറാമായത് അവൻ ചെയ്യുകയും ചെയ്യും. ഖൈർ തടയുന്നു, അനുവദിച്ചതിൽ അതിര് കവിയുന്നു, ഹറാമുകളിൽ ചാടുകയും ചെയ്യും. നഊദു ബില്ലാഹ്, അത്ര മോശമായ സ്വഭാവമാണ്. ഇബ്നു കസീർ പറയുന്നു, മന്നാഇ ലിൽ ഖൈർ അയ് യംനഉ മാ അലൈഹി വമാ ലദൈഹി മിനൽ ഖൈർ. അവന്റെ കയ്യിലുള്ള ഖൈർ എന്തുണ്ടോ അത് ആർക്കും കൊടുക്കാതെ തടയുന്നു. അതുപോലെ നന്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുടക്കാൻ ശ്രമിക്കുക, അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. മുഅ്തദ് എന്നാൽ ഫീ മുതനാവലി മാ അഹല്ലല്ലാഹു ലഹു. അള്ളാഹു അവന് ഹലാലാക്കിയ കാര്യങ്ങൾ എടുക്കുന്നതിലും അവന്റെ സ്വഭാവം എന്താണ്? യതജാവസു ഫീഹൽ ഹദ്ദൽ മശ്റൂഅ. അള്ളാഹു നിയമമാക്കിയ അതിർവരമ്പ് അവൻ ചാടിക്കടക്കുന്നു. അസീം അയ് യതനാവലുൽ മുഹറമാത്ത്, ഹറാമുകൾ ചെയ്യുന്നു. മന്നാഇ ലിൽ ഖൈർ മുഅ്തദിൻ അസീം. മന്നാഇ ലിൽ ഖൈർ, ഖൈർ തടയുന്നു. മുഅ്തദ്, ഹലാലിൽ അതിര് കവിയുന്നു. അസീം, ഹറാമുകൾ ചെയ്ത് ഇസ്മ നേടുന്നു. ഇസ്മ എന്താണ്? പാപം നേടുന്നു. ഉതുല്ലിം ബഅദ ദാലിക സനീം. ഇത് ഈ പറഞ്ഞ സ്വഭാവങ്ങളിൽ വളരെ മോശമായ വിശേഷണമാണ് റബ്ബ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, താങ്കൾ ഏറ്റവും നല്ല ദീനിനാണുള്ളത്, ഏറ്റവും നല്ല സ്വഭാവത്തിലാണുള്ളത്. മുകദ്ദിബുകളെ, നിഷേധികളായ കാഫിറുകളെ, ഇത്തരം സ്വഭാവമുള്ളവരെ താങ്കൾ അനുസരിക്കരുത്. ഇതിൽ നിന്ന് മുഅ്മിനുകളായ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ ദീൻ അസ്സറാത്തുൽ മുസ്തഖീം അത് സ്വീകരിക്കുക. ഖുലുഖിൽ, സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുക. ഈ സ്വഭാവങ്ങളൊന്നും, ഈ പറയുന്ന മോശമായ സ്വഭാവങ്ങളൊന്നും നമ്മൾ വരാതിരിക്കാൻ സൂക്ഷിക്കുക. ഉതുൽ എന്നാൽ ഫഹുവൽ ഫദ്ദുൽ ഗലീദുസ് സഹീഹ് അൽ ജമൂഉൽ മനൂഅ്. അവനെന്താണ്? പരുക്കൻ സ്വഭാവമുള്ള, എന്നാൽ അവൻ ആരോഗ്യത്തിലൊക്കെ സഹീഹാണ്. അള്ളാഹു അവന് നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവന് റബ്ബ് സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ വളരെ പരുക്കനാണ്. അവൻ അതൊക്കെ ഒരുമിച്ച് കൂട്ടുകയും അൽ മനൂഅ് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഹാരിസത്ത് ഇബ്നു വഹബ് റളിയല്ലാഹു അൻഹു, ഹാരിസ ഇബ്നു വഹബ് എന്ന സഹാബി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉനബ്ബിഉകും ബിഅഹ്ലിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗക്കാരാരാണെന്ന് അറിയിച്ചു തരട്ടെ. കുല്ലു ദഈഫിൻ മുതദഇഫിൻ ലൗ അഖ്സമ ബിൽ അലല്ലാഹി ല അബറഹ. കുല്ലു ദഈഫ്, എല്ലാ ദുർബലനും. മുതദഇഫ് എന്നും അതിന് വായനയുണ്ട്, മുതദഅഫ് എന്നും വായനയുണ്ട്.
രണ്ട് രൂപത്തിലും വായിക്കാമെന്നാണ്. മുതദഅഇഫ് എന്നാണെങ്കിൽ അതിന്റെ അർത്ഥം ദഈഫായി ജീവിക്കുന്നവൻ, വിനയത്തോടെ ജീവിക്കുന്നവൻ എന്നാണ്. മുതദഅഫ് എന്നാൽ ദഈഫാക്കപ്പെട്ടവൻ. എന്ത് ദഈഫ്? ജനങ്ങളൊക്കെ അവനെ ദുർബലനായിട്ടാണ് കാണുന്നത്, ഒന്നിനും കൊള്ളാത്തവൻ എന്ന രൂപത്തിൽ ആളുകൾ അവനെ നിന്ദനാക്കുന്നു. പക്ഷെ അള്ളാഹുവിൽ അവൻ വലുതാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാഹുവിൽ അവൻ വലുതാണ്. അള്ളാഹുവിന്റെ പേരിൽ അവൻ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് നടപ്പിലാക്കും. അവൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. ആളുകൾക്കിടയിൽ അവൻ ഒരു ദഈഫാണ്. അങ്ങനെയുള്ളവനാണ് സ്വർഗത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മുഅ്മിനുകൾ സ്വർഗത്തിനാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് സ്വർഗക്കാർ മുഴുവൻ അങ്ങനെ ആവണം എന്നല്ല, നല്ല അധികാരവും ശക്തിയും സ്വാധീനമൊക്കെ ഉള്ള, എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിലാകണമെങ്കിൽ ഒരാൾ ദുനിയാവിൽ ദുർബലനായിരിക്കണം എന്നല്ല, മറിച്ച് ഇങ്ങനെയുള്ള ഇനം അള്ളാഹുവിനെ ഭയപ്പെട്ട് എന്നാൽ ജനങ്ങൾക്കിടയിൽ ദുർബലനാക്കപ്പെട്ട ആൾ അവർ നിരാശപ്പെടേണ്ടതില്ല. പരലോകത്ത് അവരെ സ്വർഗമാണ് കാത്തിരിക്കുന്നത്. അലാ ഉനബ്ബിഉകും ബിഅഹ്ലിൻ നാർ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നരകക്കാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. കുല്ലു ഉതുല്ലിൻ ജവാദിൻ മുസ്തക്ബിറിൻ, കുല്ലു ഉതുല്ലിൻ ജവാദിൻ മുസ്തക്ബിർ. ഉതുൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ പരുക്കനായ സ്വഭാവമുള്ള, എന്നാൽ അവന് ആരോഗ്യവും സമ്പത്തുമൊക്കെ ഉണ്ട്. ജവാൽ എന്നാൽ നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ്. ഉതുല്ലിന് സമാനമായ അർത്ഥം. അഥവാ അവന് സമ്പത്തുണ്ട് എന്നാൽ അവൻ കൊടുക്കുന്നില്ല, ആരോഗ്യമുണ്ട്, ആ സമയത്ത് അവൻ പരുക്കൻ സ്വഭാവിയാണ്. മുസ്തക്ബിർ, അഹങ്കാരി എന്ന് പറഞ്ഞാൽ നോക്ക്, അവന്റെ ഷർറ് വളരെ വലുതായിരിക്കും. അള്ളാഹു അവന് ഒരുപാട് നിഅമത്ത് നൽകി, അവൻ ആരോഗ്യം നൽകി, അവന് സമ്പത്ത് നൽകി, അവൻ ആളുകളെ സഹായിക്കാമായിരുന്നു, ആളുകളോട് അനുകമ്പയോടെ പെരുമാറാമായിരുന്നു. പക്ഷെ അവൻ പരുക്കനും മുസ്തക്ബിറും കിബറിന്റെ ആളുമായി മാറി. അങ്ങനെയുള്ളവനാണ് നരകത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഉതുൽ. ആരോഗ്യവും സമ്പത്തും ഒക്കെയുള്ള, എന്നാൽ പരുക്കനായി ജനങ്ങളോട് പെരുമാറുന്ന, അവരോട് അനുകമ്പ കാണിക്കാത്തവരെ സഹായിക്കാത്തവൻ. ബഅദ ദാലിക സനീം, ബഅദ ദാലിക അതിനുശേഷം അവൻ സനീമുമാണ്. സനീം എന്നാൽ ആരാണ്? ചില ആളുകളൊക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് പേരിട്ടിട്ട് സനീം. എന്താണ് സുബ്ഹാനല്ലാഹ്, കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. അതുകൊണ്ട് വായിൽ വന്ന് പേരിട്ട് പിന്നെ അർത്ഥം അന്വേഷിച്ച് നടക്കണമല്ലോ. അതുകൊണ്ട് ആ പേരിട്ട ആളുകളെ നമുക്കറിയാം. സനീം എന്നാൽ വളരെ മോശമായ അർത്ഥമുള്ളൊരു പേരാണ്, അങ്ങനെ പേരിടരുത്. സനീം വേറെ നല്ല അർത്ഥമുള്ള പേരാണ്, സീൻ, ബിസീൻ. എന്നാൽ ബിസായി സനീം എന്നത് വളരെ മോശമായ പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മുഖദ്ദിബുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയുള്ള ചിലരെ കുറിച്ച് പറഞ്ഞു അവൻ സനീമാണ്. ഖാല റജുലുൻ മിൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റജുലുൻ മിൻ ഖുറൈശ്, ഇത് ഖുറൈശികളിലെ പ്രത്യേകമായ ഒരാളെ കുറിച്ചാണ്. എന്നാൽ ഖിയാമത്ത് നാളൊരു ഈ സ്വഭാവം ആർക്കുണ്ടോ അവർക്ക് പറ്റിയ പേരാണിത്. ലഹു സനമത്തുൻ മിസ്ല സനമത്തി ഷാഹ്, ഈ പേര് വന്നത്, ഇത് അവന് ജനമത്തുണ്ട്. മിസ്ല ജനമത്തി ഷാഹ്, ആടിന് ജനമത്തുള്ളതുപോലെ. ആടിന്റെ ജനമത്ത് എന്നാൽ അതിന്റെ ചെവി മുറിഞ്ഞ്, എന്നാൽ പൂർണ്ണമായി അറ്റുപോകാതെ ഇങ്ങനെ തൂങ്ങി നടക്കുക. അത് അല്ലെങ്കിൽ കഴുത്തിൽ, ഈ രണ്ട് ഭാഗത്ത് ശരീരത്തിന്റെ അല്ലാത്ത പോലെ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. ആ ആടിന് പ്രത്യേകം തിരിച്ചറിയാം എന്നതുപോലെയുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഷർറിന് അറിയപ്പെട്ടവനാണ് എന്നാണ് ഒരു തഫ്സീർ. മറ്റൊരു തഫ്സീർ നമുക്ക് വളരെ മോശമാണ്. ഹുവ അദ്ദഈയു ഫിൽ ഖൗം, അറബികൾ സനീം എന്ന് വിളിക്കാറുണ്ടായിരുന്നത് അദ്ദഈയു ഫിൽ ഖൗം. ഉപ്പ ആരാണെന്ന് അറിയാതെ വ്യഭിചാരത്തിനുണ്ടായ വലദു സിന, അവനെയാണ് അറബികൾ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നത്. ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരുപാട് മുൻഗാമികളിൽ നിന്ന് ഈ അർത്ഥം ഉദ്ധരിച്ചിട്ടുണ്ട്. അവൻ വളരെ ഷർറിൽ അറിയപ്പെട്ടവനാണ് എന്നർത്ഥത്തിൽ സനീം. അതുപോലെ അറബികൾ ഇത് ഉപയോഗിച്ചു വരാറുള്ളത് എന്തർത്ഥത്തിലാണ്? അദ്ദഈയു ഫിൽ ഖൗം, ഒരു ഖൗമിലേക്ക് അന്യായമായി ചേർത്തപ്പെട്ട, യഥാർത്ഥത്തിൽ ആ ഖൗമിലല്ല അവൻ,
ആ കൗമിലുള്ള ഒരാളുടെ സന്താനമല്ല, അവൻ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്. വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയെ എന്താണ് ഇസ്ലാമിന്റെ വിധി? അവനെ ഉപ്പയിലേക്ക് ചേർത്ത് പിടിക്കുകയില്ല. എത്രത്തോളം ഈ വ്യഭിചാരത്തിൽ കുട്ടിയുണ്ടായി, വ്യഭിചരിച്ചവൻ പിന്നെ അവളെ കെട്ടിന്ന് കൂട്ടിക്കോ, എന്നാലും അവന്റെ മോനാന്ന് വിളിക്കൂല, പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വലദു ലിൽ ഫിറാശ് വലിൽ ആഹിരിൽ ഹജർ. അൽ വലദു ലിൽ ഫിറാശ്, കുട്ടിയാരിലേക്ക് ചേർത്ത് വിളിക്കുള്ളൂ. ഫിറാഷ്, ഇവളുടെ കൂടെ ന്യായമായി വിരുത്തിൽ കിടന്ന ഭർത്താവ്, ഹലാലായ ബന്ധമുള്ള ഭർത്താവ് ആരാണോ അയാളിലേക്ക് മാത്രമേ കുട്ടീനെ ചേർത്ത് വിളിക്കുള്ളൂ. വലിൽ ആഹിരിൽ ഹജർ, വ്യഭിചാരിക്കുള്ളത് ഹജറാണ്, കല്ലാണ് അതിനുള്ളത്, കല്ലേറ്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഒരിക്കലും വ്യഭിചാരത്തിനുണ്ടായ സന്താനത്തെ ഒരു പുരുഷനിലേക്ക് അങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കാൻ പാടില്ല. ഇയാളുടെ സ്വത്തും കിട്ടൂല, മനസ്സിലായല്ലോ? സ്വത്ത് കിട്ടുകയില്ല. ഇയാളെ പിന്നെ അവളെ കല്യാണം കഴിച്ചാലും ശരി. അത്രയും വൃത്തികെട്ടതാണ് വ്യഭിചാരം. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു നമ്മയും എല്ലാ മുസ്ലിമീങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും വ്യഭിചാരത്തിൽ നിന്നും അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. റസൂലുള്ളാഹി അതിനെ അങ്ങനെയുള്ള കുട്ടിയെ അതിൻ്റെ ഉമ്മയിലേക്കാണ് ചേർത്ത് വിളിക്കുക. ഇവൻ എന്ന് പറഞ്ഞ് ഉമ്മയിലേക്ക് ചേർത്ത് വിളിക്കുക. അപ്പൊ ഇങ്ങനെ ദഈ, ഒരു ഖൗമിലെ ദഈ ആയവൻ, വ്യഭിചാരത്തിൽ ജനിച്ചവൻ, അവനെയാണ് സനീം എന്ന് വിളിക്കുക. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ രണ്ടഭിപ്രായം, ഞാൻ നേരത്തെ പറഞ്ഞ അവൻ ആടിനുള്ളതുപോലെ ഒരു സനമത്തുണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായം, ഈ പറഞ്ഞ വ്യഭിചാരത്തിലുണ്ടായ കുട്ടി എന്ന തഫ്സീറും അറബികൾ പറയുന്നതാണ്. അറബികളുടെ ഭാഷയിലാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ഇബ്നു കസീർ പറഞ്ഞു, വൽ അഖ്വാലു ഫീ ഹാദാ കസീറ, ഇതിലിങ്ങനെ ഖൗലുകൾ ഒരുപാടുണ്ട്. വതർജിഉ ഇലാ മാ ഖുൽനാ, നാം നേരത്തെ പറഞ്ഞതിലേക്കാണ് മൊത്തത്തിൽ ഇതിന്റെ ആശയം, ജനീം എന്നതിന്റെ അർത്ഥം. വഹുവ അന്ന സനീമ ഹുവ, ജനീം എന്നാൽ അതിന്റെ അർത്ഥം അൽ മഷ്ഹൂർ ബിശർ, ഷർറ് കൊണ്ട് അറിയപ്പെട്ടവൻ, തിന്മകൾക്ക് അറിയപ്പെട്ടവൻ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവല്ലോ, നഊദു ബില്ലാഹ്. അല്ലദീ യഅരിഫു ബിഹി അല്ലദീ യുഅറഫു ബിഹി മിൻ ബൈനിൻ നാസ്, ജനങ്ങൾക്കിടയിൽ ആ തിന്മ കൊണ്ടാണ് അവൻ അറിയപ്പെടുന്നത്. വഗാലിബൻ, അധികവും യകൂനു ദഈയൻ വലദു സിന, അവൻ വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയായിരിക്കും. ഫഇന്നഹു ഫിൽ ഗാലിബ്, വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞ് ബഹുഭൂരിപക്ഷം സന്ദർഭങ്ങളിലും അധികവും എന്താവൂല, നന്നാവൂല. യതസല്ലത്തു ശൈത്താനു അലൈഹി മാ ലാ യതസല്ലത്തു അലാ ഗൈരിഹി, മറ്റുള്ളവരുടെ മേൽ ശൈത്താന് പിടിക്കാൻ പറ്റാത്ത പിടുത്തം ഇവന്റെ മേലെ ശൈത്താൻ ഉണ്ടാവും. കമാ ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ വന്നിട്ടുള്ളതാണ്, ലാ യദ്ഖുലുൽ ജന്നത വലദു സിനാ, ലാ യദ്ഖുലുൽ ജന്നത വലദു സിനാ, വ്യഭിചാരത്തിൽ ജനിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് ആ ഹദീസിന്റെ അർത്ഥം? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, വ്യഭിചാരത്തിൽ ജനിച്ചു എന്നുള്ളത് കുട്ടിന്റെ തെറ്റല്ല. വലാ തസ്റു വാസിറതു വിസ്റ ഉഖ്റ, ഒരാളുടെ തെറ്റ് മറ്റൊരാൾ വഹിക്കുകയില്ല. പക്ഷേ എന്താണ് അതിന്റെ ഉദ്ദേശം? വല്ലാഹു അലം. അതിന്റെ ഉദ്ദേശം പൊതുവെ ആ മോശമായ ഖബീസായ നുത്ഫയിൽ, മോശമായ ബീജത്തിൽ ജനിച്ചത് നല്ലതാവാൻ സാധ്യത കുറവാണ്. അത് പൊതുവെ എന്തിലേക്കേ പോവുള്ളൂ? മോശമായ അവസ്ഥയിലേക്കേ പോവുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. മറ്റൊരു ഹദീസിൽ വലദു സിന ശർറു സലാസ എന്ന് വന്നിട്ടുണ്ട്. ഇമാം അൽബാനി അവിടുത്തെ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാണ്. വലദു സിന ശർറു സലാസ, വ്യഭിചാരത്തിലുള്ള കുട്ടി മൂന്നിലേറ്റവും മോശമായവനാണ്. മൂന്നാളുകളിൽ ഏറ്റവും മോശമായവൻ ആരാ? മൂന്ന്. ഒന്ന് ആണും പെണ്ണും, വ്യഭിചാരത്തിൽ ഏർപ്പെട്ട അവനെ ജനിക്കാൻ കാരണമായ ആണും പെണ്ണും. മൂന്നാമത്തത് ഈ കുഞ്ഞ്. ഏറ്റവും ഷർറ് വലതാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, താബിഈ, അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇദാ ആമില ബിഅമലി അബവൈഹി, അങ്ങനെ ആകുന്നത് എപ്പോഴാണ്? ഉപ്പാന്റെ ഉമ്മാന്റെയും പണി അവൻ എടുത്താൽ എന്ന്. ചില റിവായത്തുകളിൽ ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി വന്നിട്ടുണ്ട്. പക്ഷേ ഇമാം അൽബാനി പറഞ്ഞു
അങ്ങനെ വന്നത് സഹീഹല്ല. ഏത് അവൻ ഉമ്മാന്റെ ഉപ്പാന്റെയും പണിയെടുത്താൽ എന്ന വാക്ക് അത് സുഫിയാൻ ഇബ്നു ഉയൈന താബിഈ അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണം, അതായത് ആ നുത്ഫ നന്നാകാൻ തരമില്ല, അത് മോശമാകാനേ സാധ്യതയുള്ളൂ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ ലാ യദ്ഖുലുൽ ജന്നത വലദു സനിയ, വ്യഭിചാരത്തിന്റെ വലദ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വ്യഭിചാരത്തിന്റെ വലദ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതിന് മറ്റൊരു തഫ്സീർ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, വലദു സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി എന്നല്ല, മറിച്ച് വ്യഭിചാരത്തിന്റെ ആൾ എന്ന അർത്ഥത്തിൽ അവനെ വലദു സിന എന്ന് വിളിച്ചു. ഇബ്നു സബീൽ എന്ന് വിളിക്കുന്നവരെ, യാത്രക്കാരനെ ഇബ്നു സബീൽ എന്ന് വിളിച്ചല്ലോ, വഴിയുടെ മകൻ, യാത്രക്കാരൻ എന്ന അർത്ഥത്തിൽ എന്നതുപോലെയാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വല്ലാഹു അലം, ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണമാണ് കൂടുതൽ സഹിഹായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.